ഹായ് ഓൾ. റോണ്ട ബേണിൻ്റെ 8ാമത്തെ ദിവസമായ മാജിക് പ്രാക്ടീസുമായാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. 7 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ കൃത്യമായി ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മളുടെ ലൈഫിൽ മാജിക് നടത്തിക്കൊണ്ടുവരാനുള്ളൊരു കഴിവ് ഈ പ്രാക്ടീസിനുണ്ട്. അത് എൻ്റെ അനുഭവം കണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മാന്ത്രിക ചേരുവ, അതായത് നമ്മൾ ഭക്ഷണത്തിന് നന്ദി പറയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ശരിക്കും വിശന്നിരുന്നൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓർക്കാൻ കഴിയും. നിങ്ങൾക്ക് സാധാരണ പോലെ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത്, നിങ്ങളുടെ ശരീരം തളർന്നത്, ദേഹം വിറയ്ക്കാൻ തുടങ്ങിയത്, വികാരങ്ങളില്ലാതായത്, അങ്ങനെ എല്ലാം കുറച്ച് മണിക്കൂറുകൾ വിശന്നിരുന്നപ്പോൾ സംഭവിക്കാമായിരുന്നവയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം, ചിന്തിക്കാനും നല്ല മാനസികാവസ്ഥയിൽ ആയിരിക്കാനും ഭക്ഷണം വേണം. അതുകൊണ്ട് ഭക്ഷണത്തിന് നന്ദിയുള്ളവരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണകാര്യത്തിൽ കൂടുതൽ നന്ദി അർപ്പിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇതിന് കാരണഭൂതരായ എല്ലാവരെക്കുറിച്ചും ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ല ശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ കർഷകർക്ക് ഇവ നട്ട് നനച്ച് വളർത്തിയെടുക്കേണ്ടതുണ്ട്. വിളവെടുക്കുന്നത് വരെയുള്ള ഒരുപാട് മാസങ്ങൾ ഇവയെ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കൃത്യമായി വെള്ളവും വളവും നൽകേണ്ടതുണ്ട്. പിന്നീട് ഇവ പറിച്ചെടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും വിതരണക്കാരും ഉൽപ്പന്നങ്ങളുമായി രാവും പകലും ദീർഘനേരം വാഹനങ്ങൾ ഓടിക്കുന്നവരും അടക്കം എല്ലാവരും ചേർന്ന് കൃത്യമായ ലയത്തോടെ വർഷം മുഴുവനും പഴങ്ങളും പച്ചക്കറികളും നല്ല ഫ്രഷായി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പ്രയത്നിക്കുന്നു. ഇറച്ചി വിൽപ്പനക്കാർ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, കാപ്പി തേയില കർഷകർ തുടങ്ങിയ എല്ലാ കമ്പനികളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനായി അക്ഷീണം പ്രയത്നിക്കുന്നത് ഓർക്കുക ഒരു നിമിഷം. ലോകത്ത് പ്രതിദിനം അവിശ്വസനീയമായ കൃത്യതയോടെയാണ് ഭക്ഷ്യോൽപാദനം നടക്കുന്നത്. ഇതൊന്നും അളക്കാനാവാത്തതാണ്. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യ സ്റ്റോറുകൾ, റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, വിമാനങ്ങൾ, സ്കൂളുകൾ തുടങ്ങി എല്ലാ വീടുകളിലുമുള്ള ഭക്ഷ്യപാനീയ വിതരണം എത്രയോ ആളുകൾ ഉൾപ്പെട്ടാണ് നിലനിർത്തുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഭക്ഷണം ഒരു ദാനമാണ്, പ്രകൃതിയുടെ വരദാനമാണ്. എന്തെന്നാൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വളർത്താനുള്ള മണ്ണും വളവും വെള്ളവും പോഷകഘടകങ്ങൾ പ്രകൃതി പ്രദാനം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. വെള്ളമില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാകില്ല. സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഒന്നും ഉണ്ടാകില്ല. ഭക്ഷണം പാകം ചെയ്യാനും കൃഷിക്കും തോട്ടം നിലനിർത്താനും കുളിമുറികളിലുമൊക്കെ വെള്ളം തന്നെ വേണം. നമ്മുടെ ആശുപത്രികൾക്കും ഇന്ധനത്തിനും നിർമ്മാണ വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും റോഡുകൾ ഉണ്ടാക്കാനും എല്ലാത്തിനും ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും വെള്ളം അത്യാവശ്യമായൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തെ ജീവനോടെ നിലനിർത്തുന്നത് വെള്ളമാണ്. അതായത് വെള്ളം ഒരുപാട് മഹത്തായ ഒരു കാര്യമാണ്. ഈ ഗ്രഹത്തിന് മാന്ത്രികതയുണ്ടെങ്കിൽ അത് ജലത്തിനുള്ളതാണ്. ശാസ്ത്രജ്ഞന്മാർ വരെയും അത് എഴുതിയിട്ടുണ്ട് പല ബുക്കുകളിലും. ഭക്ഷണമില്ലെങ്കിൽ നമ്മൾ എവിടെയായിരുന്നേനെ, നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടാകില്ല. നമ്മുടെ കുടുംബമോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകില്ല. നമുക്ക് ഇന്നും നാളെയും ഒന്നും ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ ഈ മനോഹരമായ ഭൂമിയിൽ ഒരുമിച്ച് എല്ലാ വെല്ലുവിളികളോടെയും അനിർവചനീയമായ സന്തോഷത്തോടെയും ആയിരിക്കുന്നുവെങ്കിൽ അതിനു കാരണം പ്രകൃതിയുടെ ദാനങ്ങളായ ഭക്ഷണവും വെള്ളവും ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് ലളിതവും മാന്ത്രികവുമായ നന്ദി എന്ന വാക്ക് ഉച്ചരിക്കുന്നത് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അത്ഭുതത്തിനുള്ള അംഗീകാരവും നന്ദി അർപ്പിക്കലുമാണ്. നിങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനും നന്ദി അർപ്പിക്കുമ്പോഴുള്ള അവിശ്വസനീയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിന് മാത്രമല്ല, ലോകത്തിൻ്റെ ഭക്ഷ്യവെള്ള വിതരണത്തിനാണ് ഗുണകരമാകുന്നത്. ആവശ്യമുള്ളത്ര ജനങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനും നന്ദി അർപ്പിക്കുന്നുവെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ വിശന്നവർക്കും ആവശ്യക്കാർക്കുമാണ് സഹായകമാകുന്നത്. ആകർഷണ നിയമം, ന്യൂട്ടൻ്റെ പ്രതിപ്രവൃത്തി നിയമം അനുസരിച്ച് കൂട്ടത്തോടെയുള്ള നന്ദി അർപ്പിക്കൽ തുല്യ അളവിലുള്ള പ്രതിപ്രവർത്തനത്തിന് ഇടയാക്കുന്നു. ഇത് ഭൂമിയിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദുർബല സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഭക്ഷണവും വെള്ളവും നന്ദിയിലൂടെ അനുഗ്രഹിക്കണമെന്ന്, അവയെ ശുദ്ധമാക്കുമെന്ന് പണ്ടുകാലം മുതലേ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കണിക ഊർജതന്ത്രം നടത്തിയ കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളും, അതായത് നിരീക്ഷണ പ്രതിഭാസം നോക്കിയാൽ പഴമക്കാർ വളരെ ശരിയായിരുന്നുവെന്ന് കാണാം. കണിക ഊർജതന്ത്രത്തിലെ നിരീക്ഷണ സിദ്ധാന്തപ്രകാരം നിരീക്ഷണത്തിന് എന്താണോ നിരീക്ഷിക്കപ്പെടുന്നത് അതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. നിങ്ങളുടെ ഭക്ഷ്യപാനീയങ്ങളിൽ നന്ദിയോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവയുടെ ഊർജ്ജഘടന മാറ്റി അവ ശുദ്ധീകരിക്കപ്പെടുന്നതായി സങ്കല്പിച്ചു നോക്കൂ.
അങ്ങനെ നിങ്ങൾ കഴിക്കുന്നതെല്ലാം ആത്യന്തികമായി നിങ്ങളുടെ ശരീരത്തിൻ്റെ ഗുണത്തിനായി തന്നെ മാറുമ്പോൾ അത് എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഭക്ഷ്യപാനീയങ്ങൾ പൊടുന്നനെ നിങ്ങൾക്ക് ആസ്വാദ്യകരമാകുന്നതാണ് കൃതജ്ഞതയുടെ മാന്ത്രികത അനുഭവവേദ്യമാക്കുന്ന വഴികളിലൊന്ന്. ഒരു പരീക്ഷണമെന്ന നിലയിൽ അടുത്ത തവണ നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും എന്തുമാകട്ടെ, അത് വായിൽ നിറച്ചിറക്കുന്നതിന് മുൻപ് അതിൻ്റെ രുചിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുക. വായിലുള്ള ഭക്ഷണത്തിലോ പാനീയത്തിലോ ശ്രദ്ധിച്ച് ആസ്വദിച്ച് നിൽക്കുമ്പോൾ രുചികളെല്ലാം പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ തോന്നും. എന്നാൽ ശ്രദ്ധയില്ലെങ്കിൽ രുചി നാടകീയമാംവിധം ദുർബലമാകും. നിങ്ങളുടെ ശ്രദ്ധയുടെ ഊർജ്ജവും കൃതജ്ഞതയും ഞൊടിയിടയിൽ രുചി വർദ്ധിപ്പിക്കും. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിന് മുൻപ്, അതായത് ഒരു സദ്യ, ഒരു പഴമോ എന്തെങ്കിലും സ്നാക്സോ വെള്ളം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിന് മുൻപായി അതിനെ ഒരു നിമിഷം നോക്കിയ ശേഷം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കെയോ നന്ദി എന്ന് പറയുക. സാധ്യമെങ്കിൽ കുറച്ച് സമയം വായിൽ വെച്ച് ശരിക്കും ആ ഭക്ഷണത്തെ ആസ്വദിക്കുക. കൃതജ്ഞത കൂടുതലായി ഉൾക്കൊള്ളാൻ ഇത് നിങ്ങളെ സഹായിക്കും. കൃതജ്ഞത കൂടുതലായി അനുഭവവേദ്യമാക്കാൻ ഒരു കാര്യം നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്, ഞാനും കൂടി ചെയ്യുന്നതാണ്. നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉച്ചരിക്കുന്നതിനൊപ്പം ഭക്ഷ്യപാനീയങ്ങൾക്ക് മുകളിലാക്കി വെറുതെ ഒന്ന് കൈവീശുക. ഇവ ശുദ്ധമാക്കുന്ന ഒരു മാന്ത്രികപ്പൊടി വിതറുന്നത് പോലെ ഭക്ഷ്യപാനീയങ്ങൾ ശുദ്ധമാകുന്നതിനായി സങ്കല്പിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൃതജ്ഞത ഒരു മാന്ത്രിക ചേരുവയായി അനുഭവപ്പെടുന്നു. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതിലും ഈ ചേരുവ ചേർക്കാൻ നമ്മൾ സ്വയം ആഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കൂടുതൽ ഫലപ്രദമായ മറ്റൊന്ന് സങ്കല്പിക്കാം. നിങ്ങളുടെ കയ്യിലൊരു മാന്ത്രികപ്പൊടി കുലുക്കി വിതറാനുള്ള സംവിധാനമുണ്ടെന്ന് ഒന്ന് സങ്കല്പിച്ച് നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിന് മുമ്പായി ഈ മാന്ത്രിക പൊടി ഭക്ഷ്യപാനീയങ്ങളിൽ വിതറുക. അതായത് നന്ദി അർപ്പിക്കുന്നതിനാണ് ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപായി നന്ദി പറയാൻ വിട്ടുപോയെങ്കിൽ സാരമില്ല. നിങ്ങൾ ഓർക്കുമ്പോൾ 1-2 നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിൽ നിങ്ങൾ മറന്നുപോയ ആ സമയത്തേക്ക് തിരികെ പോയി നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും മനസ്സിൽ കണ്ട് നന്ദി പറയുക. ഇന്ന് പലതവണ നിങ്ങൾ നന്ദി പറയാൻ മറന്നു പോയെങ്കിൽ നാളെ ഇതേ പരിശീലനം ആവർത്തിക്കുക. നിങ്ങളുടെ നന്ദി വളർത്തുന്നതിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് താങ്ങാവുന്നതല്ല. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും പോലെ ജീവിതത്തിൽ ലളിതമായ കാര്യങ്ങളിൽ നന്ദി അർപ്പിക്കുന്നത് നന്ദിയുടെ ഏറ്റവും ആഴത്തിലുള്ള പ്രതിഫലനങ്ങളാണ്. അത്തരം അളവിൽ കൃതജ്ഞത അനുഭവിക്കാനാകുന്നതെങ്കിൽ മാന്ത്രികത സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വയം കാണാനാവും. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 എണ്ണം നിങ്ങൾ എഴുതി തയ്യാറാക്കുക. എന്തുകൊണ്ട് അതിനെ നന്ദി അർപ്പിക്കുന്നുവെന്നും അതും കൂടി നിങ്ങൾ വിശദീകരിച്ച് എഴുതുക. എഴുതിയ ശേഷം ആവർത്തിച്ച് വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക. നിങ്ങൾക്ക് കഴിയുന്നത്ര ആത്മാർത്ഥമായ അനുഗ്രഹത്തെ നന്ദിയോടെ ഉൾക്കൊള്ളുക. രണ്ടാമത്, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പ് അതിലേക്കൊരു നിമിഷം നോക്കി നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കെയോ മാന്ത്രിക വാക്കായ നന്ദി ഉരുവിടുക. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷ്യപാനീയങ്ങളിൽ മാന്ത്രിക പൊടി വിതറാവുന്നതാണ്. മൂന്നാമത്തത്, ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു കയ്യിൽ മാന്ത്രികക്കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉരുവിടുക. തീർച്ചയായും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് ഇത്ര നാളും ജീവിച്ചൊരു ലൈഫല്ല, വേറെ ഒരു പുതുമയാർന്ന ഒരു മാജിക് പോലത്തെ ഒരു ലൈഫായി മാറുന്നത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനാകും. നിങ്ങൾ ഈ പ്രാക്ടീസിനെ നിസ്സാരമായി കാണാതെ എല്ലാവരും കഴിയുമ്പോൾ ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുക. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ പ്രാക്ടീസിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കില്ല. ഇതെൻ്റെ അനുഭവമാണ്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.